ഹായ് സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ശിവൻ സാർ, 10ാം ക്ലാസ്സിന് ശേഷം +1 +2 ഒക്കെ കഴിയുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി മികച്ച കരിയർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച ഒരു കരിയർ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാം ഏതായിരിക്കും ബ്രില്യൻറ്റിൽ? തീർച്ചയായിട്ടും 12ാം ക്ലാസ്സിന് ശേഷം ഇന്ത്യയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോളേജുകൾ നിരവധി മേഖലകളിൽ, അത് എൻജിനീയറിംഗെന്നോ മെഡിക്കലെന്നോ റിസർച്ചെന്നോ ഡിഗ്രിയെന്നോ അതിനൊക്കെ അപ്പുറത്ത് നമുക്ക് എണ്ണിയാലൊടുങ്ങുന്ന അത്ര പ്രൊഫഷണൽ കോളേജുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്. IISc ബാംഗ്ലൂരുകൾ, IIITകൾ, ഐസറുകൾ, IITകൾ, NITകൾ, എയിംസ്, ഡിസൈനിങ് മേഖലകൾ, ഇനി ദുബായിൽ വരെ IIT ഡൽഹിയുടെ ക്യാമ്പസുണ്ട്. അപ്പോൾ ബിറ്റ്സിൻ്റെ ക്യാമ്പസുകളുണ്ട്. നമുക്കറിയാം ഏറ്റവും മികച്ച പ്രൊഫഷണൽ കോളേജുകളിൽ 12ാം ക്ലാസ്സിന് ശേഷം എത്തിപ്പെടുക എന്നുള്ളത് തന്നെയാണ് മികച്ച ഒരു കരിയർ സ്വപ്നം കാണുന്ന ഏതൊരു വിദ്യാർത്ഥികളുടെ മുമ്പിലുള്ളത്. ഈ ഒരു മികച്ച കരിയറിൽ നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഒന്നിലധികം പ്ലാനുകളും ഉണ്ടാവണം. ഇപ്പം IIT സ്വപ്നം കാണുന്ന ആൾക്ക് തീർച്ചയായിട്ടും നിരവധി മേഖലകൾ അതിനോടൊപ്പം തന്നെ തങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് പല പല മേഖലകൾ കണ്ടെത്താനായിട്ട് സാധിക്കണം. മെഡിക്കലാണ് സ്വപ്നം കാണുന്നതെങ്കിൽ, റിസർച്ചാണ് സ്വപ്നം കാണുന്നതെങ്കിൽ പല തരത്തിലുള്ള പ്രോഗ്രാമുകളും പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം 12ാം ക്ലാസ്സിന് ശേഷം തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം നമ്മളുടെ 11ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും സ്കൂൾ വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം. അതിൽ ഏത് സ്ട്രീമിൽ പഠിക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും മികച്ച രീതിയിൽ 11ാം ക്ലാസ്സും 12ാം ക്ലാസ്സിലെ സ്കൂൾ പഠനം എത്രത്തോളം നിങ്ങൾക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ 12ാം ക്ലാസ്സിന് ശേഷമുള്ള വിവിധ പ്രവേശന പരീക്ഷകളിലെ നല്ലൊരു സ്കോറ്. ഇപ്പോൾ 2026 ഞാൻ ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള പ്രൊഫഷണൽ കോളേജുകളിൽ പ്രവേശനം നേടിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഒരു കണക്ക് നമ്മൾ നോക്കിയപ്പം ഏറ്റവും മികച്ച ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ എൻട്രൻസും പ്രവേശന പരീക്ഷയ്ക്കുള്ള ഒരുക്കവും കൂടി കൊണ്ടുപോയവർക്കാണ് ഏറ്റവും മികച്ച ഒരു റിസൾട്ടിലോട്ട് എത്താൻ പറ്റിയെന്നുള്ളത്. ഏതൊരു സ്ഥാപനമാണെങ്കിലും, JEE അഡ്വാൻസ്ഡ് ആണെങ്കിലും, JEE മെയിൻ ആണെങ്കിലും, ഐസർ ആണെങ്കിലും, ഏത് പരീക്ഷയായിക്കോട്ടെ അവിടുത്തെ ഒരു വിജയ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം +1 +2 ഏറ്റവും മികച്ച രീതിയിൽ പൂർത്തിയാക്കുക, അതിനോടൊപ്പം തന്നെ പ്രവേശന പരീക്ഷയ്ക്കുള്ള ഒരുക്കവും കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ആ കുട്ടി ലക്ഷ്യമാക്കേണ്ടത്. സാർ, ഇപ്പോൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ സ്കൂൾ പഠനത്തിന് തന്നെയാണ് ഏറ്റവും പ്രാധാന്യമെന്ന് സാർ പറഞ്ഞു. അപ്പോൾ ആ സ്കൂൾ പഠനത്തിനൊപ്പം തന്നെ മികച്ചൊരു എൻട്രൻസ് പരിശീലനം മുന്നിലേക്ക് കൊണ്ടുപോകാൻ ബ്രില്യൻ്റ് മുന്നിൽ നിന്ന് നയിക്കുന്ന പ്രോഗ്രാം അതാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് ഈ സെപ്റ്റംബർ മുതൽ വിവിധ പ്രവേശന പരീക്ഷകൾ, സ്കോളർഷിപ്പ് ടെസ്റ്റുകളാണ് ബ്രില്യൻ്റ് നടത്തുന്നത്. ഈ സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെ ആ വിദ്യാർത്ഥികൾക്ക് റെഗുലർ ബാച്ചുകൾ, ഡെയിലി എൻട്രൻസ് പ്രോഗ്രാമുള്ള റെഗുലർ ബാച്ചുകൾ, വീക്കെൻഡിലുള്ള ഹൈബ്രിഡ് ബാച്ചുകൾ, ഈ ലോകത്ത് എവിടെ നിന്നും ബ്രില്യനോടൊപ്പം യാത്ര ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ പ്രോഗ്രാമുകൾ, ഇനി ഈവനിങ് മാത്രമായിട്ടുള്ള ബാച്ചുകൾ, അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റ് വഴി ഒരു വിദ്യാർത്ഥിക്ക് കരസ്ഥമാക്കാൻ സാധിക്കുന്നത്. ഒപ്പം നിരവധി സ്കോളർഷിപ്പുകളും. സാർ, ഈ പറഞ്ഞ സ്കോളർഷിപ്പ് അതെങ്ങനെയായിരിക്കും ഒരു വിദ്യാർത്ഥിക്ക് ലഭിക്കുന്നത്? നമുക്ക് ഈ സ്ക്രീനിങ് ടെസ്റ്റ് കം സ്കോളർഷിപ്പ് ടെസ്റ്റാണിത്. ഇവിടെ നമുക്ക് 100% തന്നെ സൗജന്യത്തോടു കൂടി തന്നെ ഈ സ്കൂൾ വിദ്യാഭ്യാസവും എൻട്രൻസ് പരിശീലനവും പൂർത്തിയാക്കാനായിട്ടാണ് ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുന്നത്. അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ 10% മുതൽ 100% വരെ സ്കോളർഷിപ്പ്, അതായത് സ്ക്രീനിങ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് അത് ക്വാളിഫൈ ചെയ്യുന്ന എല്ലാവർക്കും സ്കോളർഷിപ്പ് ലഭിക്കുമെന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രത്യേകത. ഈ സ്ക്രീനിങ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിൽ ഒരു മികച്ച പ്രകടനമാണ് നമ്മുടെ വിദ്യാർത്ഥിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചതെങ്കിൽ തീർത്തും സൗജന്യമായി തന്നെ പൂർണ്ണമായും സ്കോളർഷിപ്പോടുകൂടി തന്നെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും ഒരു സവിശേഷമായ ഗുണം കൂടി ഇതിനുണ്ട്. അപ്പോൾ സാർ, ഈ സ്ക്രീനിങ് ടെസ്റ്റ് എന്നാണ്? ഈ വിദ്യാർത്ഥികൾ എങ്ങനെയായിരിക്കണം ഓരോ സിലബസിലുള്ള വിദ്യാർത്ഥികൾ തയ്യാറെടുക്കേണ്ടത്? ആദ്യ സ്ക്രീനിങ് ടെസ്റ്റ് സെപ്റ്റംബർ 13 പിന്നെ ഓരോ സിലബസുകാർക്കും പ്രത്യേകം സ്ക്രീനിങ് ടെസ്റ്റാണ്. സ്റ്റേറ്റ് സിലബസ് ആയിക്കോട്ടെ, CBC ആയിക്കോട്ടെ, ICC ആയിക്കോട്ടെ, പ്രത്യേകം സ്ക്രീനിങ് ടെസ്റ്റുകളാണ് അവരുടെ 10ാം ക്ലാസ്സിൻ്റെ സയൻസിൻ്റെയും മാത്സിൻ്റെയും. അപ്പം അവർ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ഈ സ്ക്രീനിങ് ടെസ്റ്റിന് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സെപ്റ്റംബർ 13 നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, അതുപോലെ ഖത്തറിലും ദുബായിലും ബാംഗ്ലൂരിലും ഒക്കെ
ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. സാർ, അതുപോലെ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഏതൊക്കെ ക്ലാസ്സുകളിൽ വന്ന് പഠിക്കാം, എവിടെയായിരിക്കും ബെർലിൻ്റെ സെൻറ്ററുകൾ ക്രമീകരിച്ചിരിക്കുന്നത്? നമുക്ക് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 35ഓളം ക്ലാസ് റൂം സെൻറ്ററുകൾ നമ്മൾ റെഗുലർ ബാച്ചിനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ബെർലിൻ്റെ സ്ഥിരം സെൻറ്റർ ആയിട്ടുള്ള 8 സെൻറ്ററുകളിലും നമ്മൾ ഹൈബ്രിഡ് ബാച്ചുകൾ, ഈ വീക്കെൻഡിലുള്ള ഹൈബ്രിഡ് ബാച്ചുകൾ, ഈവനിങ് ബാച്ചുകൾ ഈ സെൻറ്ററുകളിലെല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. ഈ വർഷം പുതിയതായിട്ടുള്ള സെൻറ്ററുകളും നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതായത് +1 +2 ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാനായിട്ട് വിദ്യാർത്ഥികളെ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് ബെർലിൻ്റെ ലക്ഷ്യം. സാർ, മികച്ചൊരു സ്കൂൾ പഠനം ഈ പ്രോഗ്രാമിൽ നിന്ന് വിദ്യാർത്ഥിക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? ഏറ്റവും പ്രധാനം അവർക്ക് ബോർഡ് എക്സാമിൻ്റെ മാർക്കിനെ കുറിച്ച് യാതൊരു തരത്തിലും വ്യാകുലപ്പെടേണ്ടതായിട്ടില്ല. കാരണം ഈ ഒരു പ്രോഗ്രാമിൽ ചേർന്ന് കഴിഞ്ഞാൽ എൻ്റെ സബ്ജക്റ്റുകളെല്ലാം കംപ്ലീറ്റ്ലി ട്യൂഷൻ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കും. എല്ലാ സബ്ജക്റ്റിൻ്റെയും ട്യൂഷൻ കുട്ടികൾക്ക് അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഈ സിലബസിൻ്റെ എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും സ്കൂൾ ഫാക്കൽറ്റീസ് എടുക്കുന്നുണ്ട്, കൂടാതെ ബെർലിൻ ഫാക്കൽറ്റീസ് എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ ആഴത്തിലുള്ളൊരു തിയറിയെക്കുറിച്ച് വളരെ ആഴത്തിലുള്ളൊരു അറിവ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അപ്പം ബോർഡ് എക്സാമിന് ഉയർന്ന മാർക്ക് കിട്ടുകയും അതോടൊപ്പം തന്നെ ആ +2 കഴിയുന്ന വർഷം തന്നെ വിവിധ പ്രവേശന പരീക്ഷകളിലെ ഏറ്റവും ടോപ്പ് മാർക്കിലോട്ട്, ഏറ്റവും ടോപ്പ് റാങ്കിലോട്ട് എത്താനായിട്ട് വിദ്യാർത്ഥികൾക്ക് സഹായിക്കുകയും ചെയ്യും. കാരണം വളരെ നേരത്തെ നമുക്ക് ടോപ്പിക്ക് തീരുന്നത് കൊണ്ട് ഒരു 3 പ്രാവശ്യമെങ്കിലും റിവിഷൻ ചെയ്തിട്ടാണ് വിദ്യാർത്ഥികൾ ബോർഡ് എക്സാം എഴുതുന്നതിലോട്ട് പോകുന്നത്. അപ്പം ഏറ്റവും നല്ലൊരു ടോപ്പായിട്ടുള്ള +2 ബോർഡ് എക്സാമിന് മാർക്ക് മേടിക്കുവാനായിട്ടും ഒപ്പം തന്നെ എൻട്രൻസുകളിൽ മികച്ചൊരു വിജയം, അതുതന്നെയാണ് നമ്മൾ ഈ മികച്ചൊരു സ്കൂൾ പഠനം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതോടൊപ്പം തന്നെ ബെർലിൻ്റെ സ്റ്റുഡൻറ്റ് മൈത്രി സ്കീം ഈ ഒരു പ്രോഗ്രാമിലും അവൈലബിൾ ആണ്. അതായത് അക്കാഡമിക്കിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും സാമ്പത്തികം ഒരു ബാധ്യതയാവാതിരിക്കാൻ, അല്ലെങ്കിൽ അതനുസരിച്ച് പഠനം മുടങ്ങാതിരിക്കാനുള്ള എല്ലാ കരുതലുകളും ബെർലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഓർക്കുക, ഇപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ 13-ാം തീയതി ബെർലിൻ സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് സ്റ്റേറ്റ്, ICC, CBC നിങ്ങളുടെ സ്ട്രീമുകളിൽ നിങ്ങൾ പഠിച്ച സിലബസ് അനുസരിച്ച് 10ാം ക്ലാസ്സിൻ്റെ സയൻസും മാത്സിൻ്റെയും ഈ സ്ക്രീനിംഗ് ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കും. berlinpala.org എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾ ഇന്ന് തന്നെ അപേക്ഷിക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. Brilliant Study Center, India's #1 coaching center for NEET and JEE.